ഗുഡ് മോർണിംഗ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്കീം യൂസ് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. It is a concept dealing with the use of a common identity management scheme across multiple enterprises and numerous applications. അപ്പോൾ മൾട്ടിപ്പിൾ എൻ്റർപ്രൈസസിലും പിന്നെ ഒരുപാട് അപ്ലിക്കേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത് ഒരു കോമൺ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് സ്കീമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരുപാട് ഹെൽപ്ഫുള്ളാണ് യൂസേഴ്സിന്. എപ്പോഴും ഇങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമുക്ക് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് കൺസെപ്റ്റ് പറയുന്നുണ്ട്, ഒന്ന് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റും ഒന്ന് ഐഡൻറ്റിറ്റി ഫെഡറേഷനും. അപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് നോക്കാം. ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് ഓട്ടോമേറ്റഡ് അപ്രോച്ച് ടു പ്രൊവൈഡ് എൻ്റർപ്രൈസ് വൈഡ് ആക്സസ് ടു റിസോഴ്സസ് ബൈ എംപ്ലോയീസ് ആൻഡ് അതർ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എംപ്ലോയീസിനും ബാക്കി ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് ഓട്ടോമേറ്റഡ് അപ്രോച്ചാണ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The focus of identity management is defining an identity for each user. അപ്പോൾ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് ഓരോ യൂസർക്കും എന്ത് ചെയ്യാണ്, ഒരു ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്യുകയാണ് ഇതിലെന്ത് ചെയ്യുന്നത്, ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അസോസിയേറ്റിംഗ് ആട്രിബ്യൂട്ട്സ് വിത്ത് ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾ. അതേപോലെ തന്നെ എൻഫോഴ്സിങ് എ മീൻസ് ബൈ വിച്ച് എ യൂസർ ക്യാൻ വെരിഫൈ ഐഡൻറ്റിറ്റി, എങ്ങനെയൊക്കെ ആ ഒരു ഐഡൻറ്റിറ്റിയെ വെരിഫൈ ചെയ്യാൻ പറ്റും എന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. The central concept of an identity management system is the use of single sign-on. ഒറ്റ സൈൻ-ഓണിൽ തന്നെ ആ യൂസർ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. SSO enables a user to access all network resources after a single authentication. ഒറ്റ പ്രാവശ്യം ഒതൻറ്റിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്കിലുള്ള എല്ലാ റിസോഴ്സസിനും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന എനേബിൾ ചെയ്യുന്ന എബിലിറ്റിയാണ് SSOയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ എലമെൻറ്റ്സ് ആണ്, ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ എലമെൻറ്റ്സ് ആണ് താഴെ പറയുന്നത്. ഒന്ന് ഒതൻറ്റിക്കേഷൻ, കൺഫർമേഷൻ ദാറ്റ് എ യൂസർ കറസ്പോണ്ട്സ് ടു ദ യൂസർ നെയിം പ്രൊവൈഡഡ്. യൂസർ നെയിം കൊടുത്തതിനനുസരിച്ചുള്ളൊരു കൺഫർമേഷൻ കൊടുക്കുന്നതിനെയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുക. ഓതറൈസേഷൻ, ഗ്രാൻഡിങ് ആക്സസ് ടു സ്പെസിഫിക് സർവീസസ് ഓർ റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദ ഒതൻറ്റിക്കേഷൻ. ഒതൻറ്റിക്കേഷനനുസരിച്ച് ഏതൊക്കെ സർവീസുകൾക്ക് അല്ലെങ്കിൽ റിസോഴ്സസുകൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ഓതറൈസേഷൻ എന്ന് പറയാം. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കുന്നതാണിത്. പിന്നെ അക്കൗണ്ടിങ്, എ പ്രോസസ് ഫോർ ലോഗിങ് ആക്സസ് ആൻഡ് ഓതറൈസേഷൻ. ഓതറൈസേഷന് വേണ്ടിയിട്ടും ലോഗിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുക. പ്രൊവിഷനിങ്, ദ എൻറോൾമെൻറ്റ് ഓഫ് യൂസേഴ്സ് ഇൻ ദ സിസ്റ്റം, എത്ര യൂസേഴ്സ് എൻറോൾ ചെയ്യുന്നുണ്ട് ഈ സിസ്റ്റത്തിൽ എന്നതാണ് പ്രൊവിഷനിങ്ങിൽ പറയുന്നത്. വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, മൂവ്മെൻറ്റ് ഓഫ് ഡാറ്റ ഇൻ എ ബിസിനസ് പ്രോസസ്സ്, ഒരു ബിസിനസ് പ്രോസസ്സിലുള്ള ഡാറ്റയുടെ മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ. ഡെലിഗേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ, ദ യൂസ് ഓഫ് റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ടു ഗ്രാൻഡ് പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്യാനുള്ള ആക്സസ് കൺട്രോളിനെയാണ് ഡെലിഗേറ്റഡ് അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറയാം. പിന്നെ പാസ്വേഡ് സിങ്ക്രൊണൈസേഷൻ, ക്രിയേറ്റിംഗ് എ പ്രോസസ് ഫോർ സിംഗിൾ സൈൻ ഓൺ ഓർ റെഡ്യൂസ്ഡ് സൈൻ ഓൺ. അപ്പോൾ ഒരു സിംഗിൾ സൈൻ ഓൺ അല്ലെങ്കിൽ ഒരു റെഡ്യൂസ്ഡ് സൈൻ ഓൺ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യത്തിൽ നമ്മൾ ചുരുക്കണത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോസസ്സാണ് പാസ്വേഡ് സിങ്ക്രൊണൈസേഷൻ. സിംഗിൾ സൈൻ ഓൺ എനേബിൾസ് എ യൂസർ ടു ആക്സസ് ഓൾ നെറ്റ്വർക്ക് റിസോഴ്സസ് ആഫ്റ്റർ എ സിംഗിൾ ഒതൻറ്റിക്കേഷൻ. ഒറ്റ ഒതൻറ്റിക്കേഷനിലൂടെ നമുക്ക് എല്ലാ നെറ്റ്വർക്കിലുള്ള കംപ്ലീറ്റ് റിസോഴ്സസിനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സൈൻ ഓൺ ചെയ്യുന്നത്. Reduced sign-on may involve multiple sign-ons but requires less user effort than if each resource and service maintained its own authentication facility. അപ്പോൾ റെഡ്യൂസ്ഡ് സൈൻ ഓൺ എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ സൈൻ ഓണിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ എന്താണ്, മൾട്ടിപ്പിൾ സൈൻ ഓൺസ് ചെയ്യേണ്ടി വന്നാലും യൂസർ എഫേർട്ട് എന്ത് ചെയ്യാണ്, മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഫെസിലിറ്റി. പിന്നെ സെൽഫ് സർവീസ് പാസ്വേഡ് റീസെറ്റ് എന്ന് പറഞ്ഞാൽ എനേബിൾസ് ദ യൂസർ ടു മോഡിഫൈ ഹിസ് ഓർ ഹെർ പാസ്വേഡ് എപ്പോഴും വേണമെങ്കിലും റീസെറ്റ് ചെയ്യാമല്ലോ, അതാണ്. പിന്നെ ഫെഡറേഷൻ, എ പ്രോസസ് വെർ ഒതൻറ്റിക്കേഷൻ ആൻഡ് പെർമിഷൻ വിൽ ബി പാസ്ഡ് ഓൺ ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഈ ഒരു ഒതൻറ്റിക്കേഷനും അതേപോലെ ഈ പെർമിഷനൊക്കെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുന്ന
പ്രോസസ്സിന് പറയുന്നതാണ് ഫെഡറേഷൻ, യൂഷ്വലി അക്രോസ് മൾട്ടിപ്പിൾ എൻ്റർപ്രൈസസ്, ദെർബൈ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഒതൻറ്റിക്കേഷൻസ് നീഡഡ് ബൈ ദ യൂസർ. അപ്പോൾ ഈ ഒരു എൻ്റർപ്രൈസിൽ നിന്ന് മറ്റൊരു എൻ്റർപ്രൈസിലേക്ക് നമ്മൾ ഈ യൂസർ ഒതൻറ്റിക്കേറ്റഡ് ആണ് എന്ന് നമ്മൾ അയച്ചു കൊടുത്താൽ ആ ഒരു എൻ്റർപ്രൈസിൽ പിന്നെ ഈ യൂസറെ വീണ്ടും ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാമാണ് നമുക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈസ് ആൻ ഐഡൻറ്റിറ്റി ഹോൾഡർ. ഒരു ഐഡൻറ്റിറ്റി ഹോൾഡറാണ്, അതായത് അയാൾക്കാണ് ഐഡൻറ്റിറ്റി ഉള്ളത്, അയാൾക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ടിപ്പിക്കലി ദിസ് ഈസ് എ ഹ്യൂമൻ യൂസർ. അതൊരു ഹ്യൂമൻ യൂസറാണ്. ദാറ്റ് സീക്സ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് സർവീസസ് ഓൺ ദ നെറ്റ്വർക്ക്. അപ്പോൾ ഈ പ്രിൻസിപ്പൾക്കാണ് നെറ്റ്വർക്കുള്ള റിസോഴ്സസിലേക്കും സർവീസസിലേക്കൊക്കെ എന്ത് വേണ്ടത്? ആക്സസിങ് വേണ്ടത്. അപ്പോൾ ഡയഗ്രാം നോക്കുക, അവിടെ പ്രിൻസിപ്പിൾസിനെ കാണിച്ചിട്ടുണ്ട്. യൂസർ ഡിവൈസസ്, ഏജൻറ്റ് പ്രോസസ്സസ് ആൻഡ് സെർവർ സിസ്റ്റംസ് മേ ഓൾസോ ഫങ്ഷൻ ആസ് പ്രിൻസിപ്പൾസസ്. പ്രിൻസിപ്പൾസ് ഒതൻറ്റിക്കേറ്റ് ദംസെൽസ് ടു ആൻ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. അപ്പോൾ പ്രിൻസിപ്പൾസിന് സ്വയം ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഉണ്ട്. ഐഡൻറ്റിറ്റി പ്രൊവൈഡർ അസോസിയേറ്റ്സ് ഒതൻറ്റിക്കേഷൻ ഇൻഫർമേഷൻ വിത്ത് എ പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രിൻസിപ്പിളും ഐഡൻറ്റിറ്റി പ്രൊവൈഡറും ചേർന്നിട്ട് എന്ത് വരും? ഈ ഒരു ഒതൻറ്റിക്കേഷൻ ഇൻഫർമേഷൻ തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി പ്രൊവൈഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഐഡൻറ്റിറ്റി കൺട്രോൾ ഇൻ്റർഫേസ് ഉണ്ട്, ആട്രിബ്യൂട്ട് ലൊക്കേറ്റർ ഉണ്ട്, പ്രിൻസിപ്പിൾ ഒതൻറ്റിക്കേഷൻ ഉണ്ട്, ഐഡൻറ്റിഫയർ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഐഡൻറ്റിറ്റി പ്രൊവൈഡറിൻ്റെ മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് ഒരു ആട്രിബ്യൂട്ട് സർവീസ് ഉണ്ട്. ആട്രിബ്യൂട്ട് സർവീസ് എന്ന് പറയുന്നത് മാനേജസ് ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സച്ച് ആട്രിബ്യൂട്ട്സ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ, അതായത് നമ്മൾ പ്രിൻസിപ്പളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ആട്രിബ്യൂട്ട് സർവീസിൽ നടക്കുന്നത്. ആൻ ആട്രിബ്യൂട്ട് സർവീസ് മാനേജസ് ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സച്ച് ആട്രിബ്യൂട്ട്സ്. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഒരു യൂസർ ഒരു ഷിപ്പിംഗ് അഡ്രസ്സ് എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം ഓർഡർ കൊടുക്കുമ്പോഴും ആ വെബ് മെർച്ചൻറ്റിൻ്റെ ഇതിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊടുക്കണം. ആൻഡ് ദിസ് ഇൻഫർമേഷൻ നീഡ്സ് ടു ബി റിവൈസ്ഡ് വെൻ ദ യൂസർ മൂവ്സ്. അപ്പോൾ ഈ യൂസർ മൂവ് ചെയ്യേണ്ടതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഈ ഒരു അഡ്രസ്സിനെ ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു അഡ്രസ്സ്, ഷിപ്പിംഗ് അഡ്രസ്സ് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എനേബിൾസ് ദി യൂസർ ടു പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ വൺസ്. അപ്പോൾ ഐഡൻറ്റിറ്റി മാനേജർ എന്താ ചെയ്യുക? ഒറ്റ പ്രാവശ്യം കൊടുക്കുന്ന രീതിയിൽ അതിനെ ചുരുക്കും. എന്നിട്ടോ so that it is maintained in a single place and released to data consumers in accordance with authorization and privacy policies. അപ്പോൾ അത് ഒറ്റ സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി? മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡാറ്റ കൺസ്യൂമേഴ്സിനൊക്കെ അത് നോക്കിയാൽ മതി. ആ ഒരു ഒറ്റ പ്രാവശ്യം കൊടുത്ത് നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ട, റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യൂസേഴ്സ് may create some of the attributes to be associated with their digital entities such as address. പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേ ഓൾസോ അസൈൻ ആട്രിബ്യൂട്ട്സ് ടു യൂസേഴ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ആട്രിബ്യൂട്ടുകൾ യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. സച്ച് ആസ് റോൾസ്, ആക്സസ് പെർമിഷൻസ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആയിരിക്കാം ചിലപ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി ഇൻഫർമേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇവരുടെ റോൾ ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുന്നത് ഡാറ്റ കൺസ്യൂമേഴ്സ് ആണ്. ഡാറ്റ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ എൻറ്റിറ്റീസ് ദാറ്റ് ഒബ്റ്റൈൻ ആൻഡ് എംപ്ലോയ് ഡാറ്റ മെയിൻറ്റൈൻഡ് ആൻഡ് പ്രൊവൈഡഡ് ബൈ എൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട് പ്രൊവൈഡേഴ്സ്. അപ്പോൾ എൻറ്റിറ്റിയും അതേപോലെ ആട്രിബ്യൂട്ട് പ്രൊവൈഡേഴ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡാറ്റനെ എടുക്കുന്ന, ഒബ്റ്റൈൻ ചെയ്യുന്ന ആളുകളാണ് ആര്? ഡാറ്റ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കൊരു ഡാറ്റാബേസ് സെർവറോ അല്ലെങ്കിൽ ഒരു ഫയൽ സെർവറോ ഒക്കെ നമുക്ക് ഡാറ്റ കൺസ്യൂമർ ആണ് എന്ന് പറയാം. അപ്പോൾ എന്ത് വേണം? അങ്ങനെ പറയാൻ കാരണം എന്താ? ഇവർക്ക് ഈ ഡാറ്റാബേസ് സെർവർക്കൊക്കെ ഈ ക്ലയൻറ്റിൻ്റെ ക്രെഡൻഷ്യൽസ് അറിയേണ്ടി വരും, ആക്സസ് കൊടുക്കേണ്ടതിന് മുന്നേ ഇല്ലേ? അപ്പോൾ അത് ഇവരെന്ത് പറയാം? നമുക്കത് എടുക്കുന്ന ആളുകളെ, ഇത് യൂസറുടെ ക്രെഡൻഷ്യൽസ് എടുക്കുന്ന ആളുകളെ നമുക്ക് ഡാറ്റ കൺസ്യൂമേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഡയഗ്രാം നോക്കിയാൽ അതിൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഐഡൻറ്റിറ്റി പ്രൊവൈഡറിലേക്ക് എന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾസ് ഒതൻറ്റിക്കേറ്റ്, മാനേജ് ദെയർ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് അങ്ങോട്ട് കൊടുക്കും, ഈ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ അതൊക്കെ മാനേജ് ചെയ്യും. പ്രിൻസിപ്പിൾസിലേക്ക് പിന്നെ ഒരു കണക്ഷൻ പോകുന്നത് ആട്രിബ്യൂട്ട് സർവീസാണ്. ആട്രിബ്യൂട്ടുകൾ കൊടുക്കുക. അതേപോലെ അഡ്മിനിസ്ട്രേറ്ററും ആട്രിബ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസുകളാണ് എന്നുള്ളത് വേർതിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റ കൺസ്യൂമേഴ്സ് അത് ആട്രിബ്യൂട്ടുകൾ എടുക്കുന്നുണ്ട്. ഡാറ്റ കൺസ്യൂമേഴ്സ് അപ്ലൈ റെഫറൻസസ് ടു ഒബ്റ്റെയിൻ ആട്രിബ്യൂട്ട് ഡാറ്റ. ആട്രിബ്യൂട്ട് ഡാറ്റ അറിയാൻ വേണ്ടിയിട്ട് ഡാറ്റ കൺസ്യൂമേഴ്സ് അത് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്കും ഐഡൻറ്റിറ്റി പ്രൊവൈഡറിലേക്ക് എന്തുണ്ട്? ആക്സസിങ് ഉണ്ട്.
ഐഡൻറ്റിഫയേഴ്സ്, ആട്രിബ്യൂട്ട് റെഫറൻസുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെയും എന്തുണ്ട്, കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി ഫെഡറേഷൻ ആണ് എടുത്ത് പറയുന്നത്. ഐഡൻറ്റിറ്റി ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ദ ഗോൾ ഈസ് ടു പ്രൊവൈഡ് ദ ഷെയറിംഗ് ഓഫ് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി സോ ദാറ്റ് എ യൂസർ ക്യാൻ ഒതൻറ്റിക്കേറ്റഡ് എ സിംഗിൾ ടൈം ആൻഡ് ദെൻ ആക്സസ് അപ്ലിക്കേഷൻസ് ആൻഡ് റിസോഴ്സസ് അക്രോസ് മൾട്ടിപ്പിൾ ഡൊമൈൻസ്. അപ്പോൾ ഒരു സിംഗിൾ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സിലൂടെ തന്നെ ഒരു ഡൊമൈനിലുള്ള മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസിനെയും റിസോഴ്സസിനെയും യൂസ് ചെയ്യാം. സിംഗിൾ ഡൊമൈൻ അല്ല, മൾട്ടിപ്പിൾ ഡൊമൈൻസിലുള്ള. അപ്പോൾ മൾട്ടിപ്പിൾ ഡൊമൈൻസിലുള്ള അപ്ലിക്കേഷൻസിനെയും അതേപോലെ റിസോഴ്സസിനെയും ഒറ്റ ഒതൻറ്റിക്കേഷനിൽ തന്നെ യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഐഡൻറ്റിറ്റി ഫെഡറേഷൻ എന്ന് പറയുന്നത്. The cooperating organizations must form a federation based on agreed standards and mutual levels of trust to securely share digital identities. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ട്രസ്റ്റിങ് വേണം അല്ലേ. ഒരു മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പരസ്പരം ഒരു വിശ്വാസം വേണം. പിന്നെ കോമൺ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്ത് പോകാനൊക്കെ. ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് refers to the agreements, standards and technologies that enable the portability of identities, identity attributes and entitlements across multiple enterprises and numerous applications and supporting many thousands, even millions of users. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ. അതൊരു എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജീസ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഐഡൻറ്റിറ്റീസ് ഒരു എൻ്റർപ്രൈസിൽ നിന്നോ വേറൊരു എൻ്റർപ്രൈസിലേക്കോ അല്ലെങ്കിൽ ന്യൂമറസ് അപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ വേറെ ഡൊമൈനിലേക്കൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ ഒതൻറ്റിക്കേഷൻ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെൻ്റ് ആണിത് ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഇതിൽ ഒരിക്കൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ ഒരു സൈൻ ഇൻ വെച്ചിട്ട് തന്നെ ട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേറെ ഡൊമൈൻസുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ സൈൻ ഇൻ മതി എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഡയഗ്രാമാണ് ഇനി താഴെ പറയുന്നത്. അവിടെ തന്നെ അതിൻ്റെ സ്റ്റെപ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്താണ്, എൻഡ് യൂസേഴ്സ് ബ്രൗസർ ഓർ അതർ അപ്ലിക്കേഷൻ എൻഗേജസ് ഇൻ ആൻ ഒതൻറ്റിക്കേഷൻ ഡയലോഗ് വിത്ത് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഇൻ ദ സെയിം ഡൊമൈനിലുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡറുമായിട്ട് നമ്മളെ സിസ്റ്റത്തിലുള്ള ബ്രൗസർ എന്ത് ചെയ്യും, ഒരു ഒതൻറ്റിക്കേഷൻ ഡയലോഗ് ഉണ്ടാക്കും. നമ്മൾ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഡൊമൈനിലുള്ള ഐഡൻറ്റിറ്റി പ്രൊവൈഡറുമായിട്ട് ഒരു ഒതൻറ്റിക്കേഷൻ ഉണ്ടാക്കണമല്ലോ, വിശ്വസിക്കണമല്ലോ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഉണ്ടാക്കും. എൻഡ് യൂസർ ഓൾസോ പ്രൊവൈഡ്സ് ആട്രിബ്യൂട്ട് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് യൂസേഴ്സ് ഐഡൻറ്റിറ്റി. അപ്പോൾ യൂസറുടെ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ചുള്ള ആട്രിബ്യൂട്ട് വാല്യൂകളും ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ സം ആട്രിബ്യൂട്ട്സ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, സം ആട്രിബ്യൂട്ട്സ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഐഡൻറ്റിറ്റി സച്ച് ആസ് അലൗബിൾ റോൾസ് മേ ബി പ്രൊവൈഡഡ് ബൈ ആൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻ ദ സെയിം ഡൊമൈൻ. അതേ ഡൊമൈനിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില ആട്രിബ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങോട്ടും കൊടുക്കുന്നുണ്ടാവും, ഇങ്ങോട്ടും വരുന്നുണ്ടാവും. നോക്കുക, രണ്ടും ഡബിൾ ആരോസ് ആണ്. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ചിലപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ചില റോളുകൾ, ഇപ്പോൾ എന്തെല്ലാം റോളുകൾ ഇവർക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്തെല്ലാം ഇവർക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളത്, അങ്ങനത്തെ കുറേ എക്സ്ട്രാ ആട്രിബ്യൂട്ടുകളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഐഡൻറ്റിറ്റി അസോസിയേറ്റ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ സർവീസ് പ്രൊവൈഡർ, മൂന്നാമത്തെ സ്റ്റെപ്പ്, എ സർവീസ് പ്രൊവൈഡർ ഇൻ എ റിമോട്ട് ഡൊമൈൻ വിച്ച് ദ യൂസർ വിഷസ് ടു ആക്സസ് ഒബ്റ്റെയിൻസ് ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ. അപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്, അത് ഡെസ്റ്റിനേഷൻ ഡൊമൈനിലുള്ള ആളാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, യൂസർക്ക് ആക്സസ് വേണ്ടത് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഡൊമൈനിലേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒബ്റ്റെയിൻസ് ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒതൻറ്റിക്കേഷൻ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ് ഫ്രം ദ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ ഇൻ ദ സോഴ്സ് ഡൊമൈനിലുള്ള ഐഡൻറ്റിറ്റി പ്രൊവൈഡറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർവീസ് പ്രൊവൈഡറിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. നോക്കുക, സോഴ്സ് ഡൊമൈനാണ് ഡെസ്റ്റിനേഷൻ ഡൊമൈനിലേക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത്.
സർവീസ് പ്രൊവൈഡർ ഓപ്പൺ സെഷൻ വിത്ത് ദ റിമോട്ട് യൂസർ. പിന്നീട് എന്ത് ചെയ്യും? നാലാമത്തെ സ്റ്റെപ്പ്, സർവീസ് പ്രൊവൈഡർ നമ്മളെ യൂസറുമായിട്ട് സാധാ പോലെ ഒരു സെഷൻ ഓപ്പൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആക്സസ് കൺട്രോൾ റെസ്ട്രിക്ഷൻസ് ബേസ്ഡ് ഓൺ യൂസേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ആട്രിബ്യൂട്ട്സ്. നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ എന്തെല്ലാം റോൾസ് ഇവർക്ക് പറ്റുക, എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ആണ് വെക്കേണ്ടത് എന്നൊക്കെ. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ആക്സസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും. ഒരു സെഷൻ ഓപ്പൺ ചെയ്യും യൂസറും സർവീസ് പ്രൊവൈഡറും തമ്മിൽ. അപ്പോൾ നോക്കുക, ഒറ്റ പ്രാവശ്യം യൂസർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ? ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ഓരോന്നിലേക്കും കണക്ഷൻ പോകേണ്ടതിനനുസരിച്ച് ഇങ്ങനെ ഒതൻറ്റിക്കേഷൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ.